വേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു സബ്വൂഫർ ഉണ്ട് JVCയുടെ, ഞാൻ ഇപ്പോൾ കാണിക്കാം. അതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഇൻബിൽഡായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു ആംപ്ലിഫയർ ആണ് കേട്ടത്. പക്ക സാധനം കണ്ടോ, ഒരു 200 വാട്ടിൻ്റെ ഒരു ആമ്പാണിത്, സബ്വൂഫർ ആമ്പാണ്. ഇതിൽ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ RCA കേബിൾ ഇവിടെ കണക്ട് ചെയ്യാം, വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് പവർ സപ്ലൈ വരുന്നത്, സബിൻ്റെ കണക്ഷനാണിത്. ഓക്കെ, ഇപ്പോൾ ഇത് ആ ഒരു സബിലോട്ട് ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവനാണ് നമ്മുടെ JVCയുടെ സബ്വൂഫർ. ഓക്കെ, വേസ്റ്റ് നിന്ന് കിട്ടിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ആ ഒരു ആമ്പിൻ്റെ സൈസ് കറക്റ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് സെറ്റപ്പ് ആക്കണം. ഓക്കെ, കണ്ടോ, കിഡിലൻ വൂഫറാണ്. കണ്ടോ, ഇത് ക്ലീൻ ചെയ്താണ്, നല്ല പൊടിയായിരുന്നു. അതുപോലെ ഇത് തട്ടുമ്പോൾ അറിയാം അതിൻ്റെ സ്ട്രോങ്, പേപ്പർ കൊണ്ട് ഒരു സ്ട്രോങ് കണ്ടോ, ഒരു ഹെവി ബാസാണ് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ വൂഫർ അടിച്ചെടുക്കുകയാണ്, കാരണം ഇതിന് പുറകുവശത്തായിട്ടാണ് ആമ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ. അപ്പോൾ ഈ വൂഫർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ വൂഫറിലേക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ. ഗായ്സ് കേട്ടോ, ഹെവി മാഗ്നറ്റ് ആണ് കണ്ടോ. ഇത് എടുത്തപ്പോഴാണ് ഇതിൻ്റെ പവർ മനസ്സിലാട്ടോ. അത് ഈ LGയുടെ സബ് വൂഫറാണ് കണ്ടോ, പൊളി ഐറ്റം അല്ലേ ഗായ്സ്. അപ്പോൾ ഇവിടെ മുകളിലാണ്, ടോപ്പ് സൈഡിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഗായ്സ്, നമ്മളിപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പാട് വിട്ടു ഈ ഒരു രീതിയിലാക്കാൻ, കാരണം ഇതിൻ്റെ ചില സ്ക്രൂ ഒന്നും അകത്തുകൂടെ കടന്നു പോകുന്നതാവില്ല. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ, കറക്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ബോർഡ് വേണമെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാ സ്ക്രൂ ഇടണം, കാരണം ചില സ്ക്രൂ നമ്മൾ ഇട്ടില്ല എന്ന് കരുതി അതിൻ്റെ ഇടയിലൂടെ സബ് വർക്ക് ചെയ്യുന്നുള്ള ആ എയർ റിലീസ് ആകാൻ ചാൻസ് ഉണ്ട്. അടുത്ത പണി വളരെ സിമ്പിളാണ്. നമ്മുടെ ആമ്പിൽ നിന്ന് സബിലേക്ക് വരുന്ന വയർ ജോയിൻറ്റ് ചെയ്യുക, സബ് ഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ വർക്ക് കഴിഞ്ഞു. ഗൈസ്, അപ്പം നമ്മളിത് ഇൻബിൽറ്റ് ആമ്പ് ആക്കിയിട്ട് ഈ ഒരു സബ് വൂഫർ ആമ്പ് ഉണ്ടായിരുന്നില്ല, നമ്മൾ വണ്ടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇൻബിൽറ്റ് ആമ്പ് ആക്കിയിട്ടുള്ള ഒരു ആക്റ്റീവ് സബ് വൂഫർ ആക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, പൊളിയല്ലേ. ഇത് നല്ല കിടക്കാഴ്ച ഐറ്റമാണ് കേട്ടോ. ഈ വയറ് നല്ല ഫ്രഷ്നെസ്സിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ ഫ്യൂസും ഒരു കിടിലൻ സാധനമാണ് കേട്ടോ. കേബിൾ ലെഗ്സ് അടക്കം കിട്ടുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സ്ലീവ് അടക്കം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു RCA കേബിൾ മാത്രം എടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പണ്ടുണ്ടാക്കിയൊരു ആൻഡ്രോയിഡ് TV എടുത്ത്, അപ്പോൾ ഞാൻ വീണ്ടും അതിനകത്തേക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു സബ് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. 12 വോൾട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് വേറെ അഡാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ അലൈപായ്തയുടെ ഒരു വേറൊരു വേർഷനാണ്. നമുക്ക് സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ഹെഡ്സെറ്റ് വെക്കണം, നല്ല ഒരു ബീറ്റ് ഫീൽ ചെയ്യുള്ളൂ നമുക്ക്. കേട്ടോ, നല്ല ക്ലിയർ വോയിസ്, ക്ലിയർ സബ്, ക്ലിയർ ബാസ് ആണ് കേട്ടോ. അത് നമുക്ക് ഇതൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് മാക്സിമം ലോ ഫ്രീക്വൻസി ആണ്. ഹെവി ആയിട്ട് ലോ ഫ്രീക്വൻസിയിൽ ബാസ് ഡീപ്പായിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിത് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കാറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഗൈസ്. ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കില്ല, കുറച്ച് അത് ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ്, അപ്പോൾ അത് ഞാൻ കാണിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.